all, welcome to once. Mathematics for Computer Science and Information Science 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ആ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡ്യൂളിന്റെ ടോപ്പിക് പ്രോബിലിറ്റി ആയിരുന്നു. അതിന്റെ ഒരു മേജറായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്. ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലെ രണ്ട് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ പഠിക്കാനുണ്ട്. അതിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് ഇന്നൊരു ചെറിയ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് എന്തിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഔട്ട്കം നമുക്ക് പ്രീവിയസ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്കം പ്രീവിയസ്ലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരം എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ്സ്. പക്ഷേ നമുക്കൊരു അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ആ ഒരു പ്രോബബിലിറ്റി വാല്യൂ ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരത്തക്ക രീതിയിൽ, അതായത് മാക്സിമം പോസിബിലിറ്റി കൊണ്ടുവരത്തക്ക രീതിയിൽ ഒരു പ്രോബബിലിറ്റി വാല്യൂവിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. അത് ഓരോരോ സയന്റിസ്റ്റ് അനുസരിച്ച് ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ഒരു സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് പി ഓഫ് എക്സ് നോട്ട് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു സ്പെസിഫൈഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ പി ഓഫ് എക്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, 0 1 2 3 എക്സെട്ര അപ് ടു എൻ വരെ. 0 1 2 3 എക്സെട്ര അപ് ടു ഏത് വരെയാണ്, എൻ വരെ. ഓക്കെ, സോ ഹിയർ പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അത് വളരെ പ്രധാനമാണ്. പിയും ക്യൂ. എന്താണ് പി, എന്താണ് ക്യൂ? ഇപ്പോ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണ്. അപ്പൊ അതിൽ ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ നമ്മൾ പറയുന്നു. ഓക്കെ, സ്പെസിഫൈഡ് കണ്ടീഷൻ പറയുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. സോ അങ്ങനെ വരുന്ന സമയത്ത് മഴ പെയ്യുന്നു, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, മഴ പെയ്യാം എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെന്റ്, അതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. പെയ്യാം എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ രണ്ടും സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ പെയ്യാം അല്ലെങ്കിൽ പെയ്യാണ്ടിരിക്കാം. ഓക്കെ, മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പോസിബിലിറ്റിയാണ് ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നത്, പി എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അതായത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കറക്റ്റ് ആയി, അല്ലെങ്കിൽ ട്രൂ ആയി, അതും അല്ലെങ്കിൽ വാലിഡ് ആയി മാറി. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്, അത്തരത്തിലുള്ള പ്രോബബിലിറ്റി, അതിന്റെ പ്രോബബിലിറ്റിയാണ് ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നത്, പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ക്യൂ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. അത് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ക്യൂ. സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് പി, ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ക്യൂ ആണ്. സോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രോബബിലിറ്റീസിന്റെ എല്ലാത്തിന്റെയും വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പോൾ ഒരു പ്രോബബിലിറ്റി വാല്യൂ നമ്മൾ പറയുമ്പോൾ ഒന്നുകിൽ സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിലുവർ ആവാം. രണ്ട് കാര്യങ്ങളും സംഭവിക്കാം. ഓക്കെ, സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റിയുടെയും ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റിയുടെയും എല്ലാത്തിന്റെയും വാല്യൂ എല്ലായ്പ്പോഴും സം എടുക്കുമ്പോൾ എത്ര കിട്ടുക, 1 ആണ് കിട്ടുക. ഓക്കെ, സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലും ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി ആയിട്ടും സം എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വാല്യൂ എല്ലായ്പ്പോഴും എത്രയായിരിക്കും, 1 ആയിരിക്കും. സോ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പി ഓഫ് എക്സ് നോട്ടേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ അല്ലേ? നൗ ഇതിൽ നിന്ന് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ രണ്ട് കാര്യങ്ങൾ കൂടെ, രണ്ട് വേരിയബിൾസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് മീൻ, മറ്റൊന്ന് വേരിയൻസ്. ഓക്കെ, മീനും വേരിയൻസ്. മീൻ എന്താണ്, മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എൻ ഇൻറ്റു പി. ജസ്റ്റ് ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, എൻ ഇൻറ്റു പി. അതുപോലെ വേരിയൻസ് എന്താണ്, എൻ ഇൻറ്റു പി ഇൻറ്റു ക്യൂ. ഓക്കെ, പി എന്താണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ക്യൂ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ. ഓക്കെ, അപ്പോ എൻ പി അതുപോലെ എൻ പി ക്യൂ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി. ഓക്കെ, ഒരു പ്രോബ്ലം പറയുകയാണ്, ഇഫ് ഓൺ ആവറേജ് റെയിൻ ഫാൾസ് ഓൺ 10 days in every 30 days. അതാണ് ഇമ്പോർട്ടന്റ്, എവരി 30 days. എന്താണ് ആ സെന്റൻസിന്റെ മീനിങ്? ഓരോ 30 ദിവസം കൂടുന്തോറും 10 ദിവസം മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ആദ്യം പറഞ്ഞ സെന്റൻസ്. അതായത് ഇഫ് ആൻഡ് ഓൺ ആവറേജ്, ഒരു ശരാശരി, റെയിൻ ഫാൾസ് ഓൺ 10 days in every 30 days. ഓരോ 30 ദിവസം കൂടുന്തോറും 10 ദിവസം മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, then obtain the probability that rain will fall at least 3. ഈ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. at least 3 days of a given week. ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന കാര്യം നമുക്ക് പിന്നെ പറയാം. ആദ്യം ഗിവൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 30 ദിവസത്തിൽ 10 ദിവസം മഴ പെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്.
10 ദിവസം മഴ പെയ്യുന്നുണ്ട് 30 ദിവസത്തിൽ. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്, മഴ പെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? 10/30, 30/10 എന്നാ പറയുന്നത്. സോ 30/10 ആണെങ്കിൽ ആൻസർ എന്ത് വരും? 1/3 എന്ന് വരും, പി. ഓക്കെ, പി 1/3 ആണ്. ദെൻ ആൾസോ നമുക്ക് എന്ത് കൂടെ കാണണം? ക്യൂ കൂടെ കാണണം. ക്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 - p ആണ്. കാരണം എന്താ? p + q എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോ q = എങ്ങനെ എഴുതാം? 1 - p എന്ന് എഴുതിക്കൂടെ? സോ q = 1 - എന്താണ് p? p എത്രയാണ്? 1/3. സോ 1 - 1/3 എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. സോ p എത്രയാണ്? 1/3 കിട്ടി. q എത്രയാണ്? 2/3 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ p of x ന്റെ എക്സ്പ്രഷൻ എന്താണ്? പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ബൈനോമിയൽ എക്സ്പ്രഷൻ NCX p⁻x q⁻n - x. അങ്ങനെയാണെങ്കിൽ p of x എന്ന് പറയുന്നത് ഇനി എന്താണ് n എന്നത് കൂടെ നോക്കുക. n ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി ദാറ്റ്, എന്താ ചോദിച്ചിരിക്കുന്നത്? ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി ദാറ്റ് റെയിൻ വിൽ ഫോൾ അറ്റ്ലീസ്റ്റ് 3 days ഓഫ് എ ഗിവൻ വീക്ക്. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ടായിരിക്കും? 7. 7ൽ 3 ദിവസമെങ്കിലും, 7 ദിവസത്തിൽ 3 ദിവസമെങ്കിലും മിനിമം മഴ പെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്, പ്രോബിലിറ്റി എന്താണ് എന്നതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നത് ഓരോ 30 ദിവസം കൂടുന്തോറും 10 ദിവസം മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയിൽ മിനിമം 3 ദിവസമെങ്കിലും മഴ പെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരാഴ്ചയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എത്ര ദിവസമാണ്? 7 ദിവസമാണ്. 7 ദിവസത്തിൽ 3 ദിവസമെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ദിവസത്തിൽ കുറയാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ദിവസമെങ്കിലും എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ? 3ഓ 3ൽ കൂടുതലോ, 3ൽ കുറയരുത്. മിനിമം 3എങ്കിലും പെയ്യണം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് വേർഡാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 or more than 3, 3ഓ 3നേക്കാൾ കൂടുതലോ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞത്? ഒരു വീക്കിന്റെ കേസാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. സോ എത്രയാണ് n? 7. സോ 7 CX p⁻x. p എത്രയാണ്? 1/3. സോ 1/3 raised to x. q എത്രയാണ്? 2/3. 2/3 raised to n - x, അതായത് 7 - x. 2/3 raised to 1/3 raised to x, then 2/3 raised to 7 - x. അപ്പോ p of x = 7CX p⁻x q⁻n - x. n എത്രയാണ്? 7. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിലേക്ക് പോവാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് 3 days ഓഫ് എ ഗിവൻ വീക്ക്. അറ്റ്ലീസ്റ്റ് 3, അതായത് 3ഓ 3യേക്കാൾ കൂടുതലോ. മിനിമം 3എങ്കിലും. 3നേക്കാൾ കൂടുതലായാൽ കുഴപ്പമുണ്ടോ? ഇല്ല, കൂടുതലായാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താവരുത്? കുറയരുത് എന്നേ ഉള്ളൂ. ഓക്കെ, നോക്കാം. അതായത് p of എന്താ കണ്ടുപിടിക്കേണ്ടത്? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ? അതായത് ഒന്നുകിൽ 3 മുതൽ p of 3 പ്ലസ് p of 4 പ്ലസ് p of 5 പ്ലസ് p of 6 പ്ലസ് p of ഏതുവരെ? 7 വരെ. ഓക്കെ, ഇത്രയും വാല്യൂസ് 3 മുതൽ 7 വരെ. 7 വരെ എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ 7 days അല്ലേ? അപ്പോൾ മാക്സിമം എത്ര ഡേയ്സ് ആണ് വരുന്നത്? 7 days. അതുകൊണ്ടാണ് 7 വരെ വരുന്നത്. ഓക്കെ, സോ ഇത് തന്നെ കണ്ടുപിടിക്കുന്നതിനേക്കാളും വേറൊരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ്? 1 - p of 0 പ്ലസ് p of 1 പ്ലസ് p of 2. ഇതും കണ്ടുപിടിച്ചാലും മതി. എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു? p of 0 മുതൽ p of 7 വരെയുള്ള എല്ലാ പ്രോബിലിറ്റീസിന്റെ സം എത്രയാണ്? 1. കാരണം ടോട്ടൽ പ്രോബിലിറ്റിയുടെ സം എല്ലായ്പ്പോഴും 1 എന്നല്ലേ നമ്മൾ പഠിച്ചത്. സോ അതിന് പകരം 1 - ഇതിന്റെ വാല്യൂ ഇതിന് ഈക്വൽ ആയിരിക്കില്ലേ? 1 - p of 0 പ്ലസ് p of 1 പ്ലസ് p of 2. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? p of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് ഇതിന് പകരം ഇത് കണ്ടുപിടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു? അതിന്റെ കാരണമുണ്ട്. ഇവിടെ എത്ര ടേംസ് ആണ് ഉള്ളത്? 1 2 3 4 5 ടേംസ് ഉണ്ട്. ഇവിടെ എത്ര ടേം മതി? 3 ടേം മതി. ടേംസിന്റെ എണ്ണം കുറഞ്ഞില്ലേ? സോ അതുകൊണ്ട് കാൽക്കുലേഷൻസിന്റെ ലെങ്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സോ p of 0 നമുക്ക് ഇവിടെ ഉണ്ട്. എന്താ? p of x. അതിനകത്ത് എന്ത് കൊടുത്താൽ മതി? x-ന് 0 കൊടുത്താൽ മതി. സോ p of 0 ഈക്വൽ ടു 7C0 1/3 raised to 0 2/3 raised to 7. 7C0 1/3 raised to 0 2/3 raised to 7. അതിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. 7C0 ഒക്കെ നമുക്ക് കാൽക്കുലേറ്റർ കൊടുക്കാം, കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ p of 1 കണ്ടുപിടിക്കാനായിട്ട് 7C1 p raised to, അതായത് 1/3 raised to 0
2/3 റൈസ് ടു പി ഓഫ് 1 1/3 റൈസ് ടു 7c1 1/3 റൈസ് ടു എത്രയാണ് വരുന്നത് പി ഓഫ് 1 ആണ്. സോ 1/3 റൈസ് ടു എക്സ് ആണ്, ദാറ്റ് ഈസ് 1. ദെൻ 2/3 റൈസ് ടു 7 മൈനസ് 1 അതായത് 6. ഓക്കെ, ഇതിന്റെ വാല്യൂ എനിക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ പി ഓഫ് 2 കണ്ടുപിടിക്കുമ്പോഴും 7c2 p റൈസ് ടു 2 q റൈസ് ടു 2/3 റൈസ് ടു എത്ര 7 മൈനസ് 2 എത്രയാണ് 5. സോ ഇതിന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1 മൈനസ്, അപ്പോ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം, 1 മൈനസ് പി ഓഫ് 0 നമുക്ക് ഇവിടെ കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വാല്യൂ കിട്ടും, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പി ഓഫ് 1 നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ പി ഓഫ് 2 ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ 3 വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.4294 എന്നാണ്. ഓക്കെ അല്ലേ, 0.4294 ആണ്. ഇവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബാക്കി കാൽക്കുലേഷൻസ് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലം ആണ്. സാധാരണ കൂടുതൽ ചോദിക്കുന്നതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. സോ അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് 4294 എന്ന രീതിയിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വന്നു. സോ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് കിട്ടുകയാണ്. സോ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. സോ ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഫർദർ ടോപ്പിക്സുമായിട്ട് നമ്മുടെ ആപ്പിൽ ക്വസ്റ്റ്യൻസും ആൻഡ് എക്സ്പ്ലനേഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.